പാതിവില തട്ടിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ് നടന്നു. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പണം വാങ്ങിയെന്ന പരാതിയുമായി പാലക്കാട് ചിറ്റൂരിലെ വീട്ടമ്മമാർ രംഗത്തെത്തി. സംഭവത്തിൽ മന്ത്രിയുടെ PAയ്ക്കും പങ്കുള്ളതായി ആരോപണം. അതായത് ഗവൺമെൻറ്റിൻ്റെ പരിപാടി പറഞ്ഞിട്ടാണ് ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയത്. ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, എല്ലാവരെയും ആരെയും കുറ്റപ്പെടുത്തണമെന്നില്ല. പക്ഷെ ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങളുടെ പൈസ എങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. ചിറ്റൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വീട്ടമ്മമാരാണ് പണം നഷ്ടമായി എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയായ ജനതാദളിന്റെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മമാരിൽ നിന്നും പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിരിക്കുന്നത്. സർക്കാർ പദ്ധതി എന്ന പേരിലാണ് ആളുകളിൽ നിന്നും പണപ്പിരിവ് നടത്തിയത്. എന്നാൽ പിന്നീട് പണം നഷ്ടമാവുകയായിരുന്നു. മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയതെന്നും തങ്ങളും ജനതാദൾ പ്രവർത്തകരാണെന്നും പരാതിക്കാർ പറയുന്നു. മന്ത്രിയുടെ PAയ്ക്കും തട്ടിപ്പിൽ പങ്കുള്ളതായും ആരോപണം ഉയരുന്നുണ്ട്. മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നിരിക്കുന്നത്. മന്ത്രിയുടെ PA പ്രേമന് ഈ തട്ടിപ്പിൽ ബന്ധമുണ്ട്. അതിൽ ഒന്നാം പ്രതിയുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധവും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിന് കൃത്യമായി മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നടത്തണം എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. 60,000 രൂപയിലേറെയാണ് ഓരോരുത്തർക്കും നഷ്ടമായിരിക്കുന്നത്. മന്ത്രിയുടെ PA പണം എവിടെയും പോവില്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒരു മറുപടിയും പറയുന്നില്ലെന്നും വീട്ടമ്മമാർ പറയുന്നു. മന്ത്രി കൃഷ്ണൻകുട്ടിയിലുള്ള വിശ്വാസത്തിലാണ് പണം നൽകിയത്. പണമിടപാട് നടന്നത് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായതിനാൽ കൂടുതൽ വിശ്വാസം തോന്നിയെന്നും വീട്ടമ്മമാർ പറയുന്നു. മന്ത്രി ഓഫീസിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു പദ്ധതി ഉണ്ട്, നിങ്ങൾ ചേരുകയും പറഞ്ഞു. 320 റുപ്യ ആദ്യം കെട്ടിയിട്ട് ചേരാൻ പറഞ്ഞു. അപ്പോൾ അത് കെട്ടിയ എല്ലാം ഇപ്പോൾ ആദ്യം സ്കൂട്ടി കൊടുക്കുന്നുണ്ട്, പിന്നെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീന്, ഗ്രൈൻഡർ, പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, സകല സാധനങ്ങളും 20,000 റുപ്യൻ്റെ വിലയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ ഓരോ വണ്ടിൻ്റെ ഞങ്ങൾ 60,000 കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ അവർ എല്ലാം കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ മന്ത്രി ഓഫീസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പോയി. സ്കൂട്ടറോ മറ്റോ തങ്ങൾക്ക് ഇനി വേണ്ട, അടച്ച തുകയെങ്കിലും നൽകിയാൽ മതിയെന്നാണ് വീട്ടമ്മമാർ ആവശ്യപ്പെടുന്നത്. പ്രദേശത്ത് 400-ലേറെ ആളുകൾക്കാണ് ഇത്തരത്തിൽ പണം നഷ്ടമായിരിക്കുന്നത്. പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായി ഒരു മന്ത്രിയുടെ ഓഫീസ് തന്നെ സംശയ നിഴലിലാവുമ്പോൾ കേരള പോലീസ് അല്ലാതെ മറ്റൊരു ഏജൻസി കേസ് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.